Hi learners, welcome to Entry Elevate Coding. So Python programming fully hands-on ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സീരീസാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഇതിനകത്തുള്ള എല്ലാ വീഡിയോസും ഫുള്ളി പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മളിപ്പം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് പൈത്തൺ. ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്രയും പോപ്പുലർ ആയത്? നമുക്കറിയാം പൈത്തൻ്റെ യൂസേജ്. പൈത്തൺ വളരെ സിമ്പിളായിട്ട് ലേൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഓഫ് കോഴ്സ് അത് പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. നിങ്ങൾക്കറിയാം വെബ് ഡെവലപ്മെൻറ്റ്, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ ഒരുപാട് മേഖലകളാണ് ഇപ്പം പൈത്തൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ടെക്നോളജീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമ്പനീസ്, അവരുടെ ഒരുപാട് ജോബ് ഓപ്പണിങ്സ്. അപ്പം അത്രയും വലിയൊരു ജോബ് മാർക്കറ്റാണ് പൈത്തൺ നമ്മുടെ മുന്നിൽ തുറക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് പൈത്തൺ ഇപ്പം ഒരു പോപ്പുലർ ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ്ലി നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് തിയറി പാർട്ട് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പം പൈത്തൺ ഇൻസ്റ്റാൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു കോഡ് എഡിറ്റർ കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ എന്തിനാണ് ഈ കോഡ് എഡിറ്റർ യൂസ് ചെയ്യുന്നത്? നമുക്ക് പൈത്തൺ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ 2 സോഫ്റ്റ്വെയർസാണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ക്രോമിനകത്ത് ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് python.org അല്ലെങ്കിൽ python/download ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. python ഡൗൺലോഡ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ python.org/downloads. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിനകത്ത് ആദ്യം ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ആ ഫയലിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാളേഷന് പോവാം. ഓക്കെ, അപ്പം Python 1.2.3 അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, python.exe ഡൗൺലോഡ് ആവും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിസാർഡിലേക്ക് പോകും. ഇതിനകത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആഡ് python.exe to path എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് അത് ടിക്ക് മാർക്കായിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മുടെ ആഡ് python.exe to path എന്ന് പറയുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ഇൻസ്റ്റാൾ ആവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, മീൻ വൈൽ നമുക്ക് VS കോഡ് എന്ന് പറയുന്ന കോഡ് എഡിറ്റർ ഉണ്ട്, അതും ഫ്രീ ആണ്. അപ്പോൾ അത് ഇൻസ്റ്റാളേഷന് പോവാം. VS കോഡ് VS കോഡ് എന്ന് ജസ്റ്റ് ഒരു ടാബിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ visualstudio.com എന്ന് പറയുന്ന സൈറ്റിനകത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ്, ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച്, ഇപ്പോൾ ലിനക്സ് ആണെങ്കിൽ അതിൻ്റെ വേർഷൻ ഇതിനകത്ത് കിട്ടും. അപ്പം അതുകൂടി ഡൗൺലോഡ് ചെയ്യാം. പൈത്തൺ ഇൻസ്റ്റാളേഷന് ശേഷം മാത്രം നിങ്ങൾ VS കോഡ് ഇൻസ്റ്റാളേഷന് പോവാം. ഓക്കെ, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ VS കോഡിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാം. .exe ഫയൽ ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാളേഷനിൽ പോവാം. ഓക്കെ, സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഈ ഒരു ഡയലോഗ് ബോക്സ് പൈത്തണിനകത്ത് കാണണം. അതിനുശേഷം VS കോഡിനകത്ത് ഐ അക്സെപ്റ്റ് ദ അഗ്രിമെൻറ്റ്, നെക്സ്റ്റ് ഇൻസ്റ്റാൾ. ഇതിനകത്ത് കൂടുതൽ കസ്റ്റമൈസേഷൻ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട, ജസ്റ്റ് നെക്സ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൈത്തണും അതുപോലെ തന്നെ VS കോഡും ഇൻസ്റ്റാൾ ആവും. അപ്പം ഇത് രണ്ടും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം കോഡ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു, പൈത്തൺ കോഡ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫിനിഷ് കൊടുത്തേ. ഇനി നമ്മുടെ സെർച്ചിനകത്ത് ജസ്റ്റ് VS വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, ഇതിനകത്ത് 2 ഫയലുകൾ കാണാം. ഒന്ന് ആപ്പാണ്, ഒന്ന് EXE ഫയലാണ്. ഒരിക്കലും നിങ്ങൾ EXE ഫയൽ പിന്നീട് ക്ലിക്ക് ചെയ്യരുത്, കാരണം EXE ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇൻസ്റ്റാളേഷന് പോകും. അപ്പോൾ EXE ഫയൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. മുകളിലുള്ള ഈ ആപ്പ് എന്ന് താഴെ ആപ്പ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഫയലാണ്, ഈ ഒരു ആപ്പാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ആപ്പ് ഓപ്പൺ ആയി വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് എവിടെയെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു പേര് കൊടുത്തു, PG1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇനി നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുന്നു. അതിനകത്ത് ഫയലിൽ ഓപ്പൺ ഫോൾഡർ, അതിനകത്ത് പോയി നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെസ്ക്ടോപ്പിനകത്ത് എടുത്ത് PG1 എന്ന് പറയുന്ന ആ ഫോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, നമ്മുടെ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഫോൾഡർ ഇവിടെ കാണാം. ഓക്കെ,
ഇതിനകത്ത് യെസ് ഐ ട്രസ്റ്റ് ദ ഓതേഴ്സ് അതൊന്ന് ഓക്കെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ന്യൂ ഫയലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ first.py എന്ന് പറയുന്നൊരു പൈത്തൺ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം പൈത്തൺ ഫയലുകൾ സേവ് ചെയ്യുന്നത് .py എക്സ്റ്റൻഷനിലാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം first.py സേവ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു കമാൻഡ് കൊടുക്കുകയാണ് പൈത്തണിനകത്ത്. ഇതിനകത്ത് കൂടുതൽ സിൻടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, കൂടുതൽ വലിയ റൂൾസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ജസ്റ്റ് പ്രിൻറ്റ് ഹലോ, ഇതൊരു ജസ്റ്റ് ഒരു ഹലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ്. ഇത് കയറി നമ്മൾ ടെർമിനലിൽ പോയി ന്യൂ ടെർമിനൽ എടുക്കുന്നു. അതിനുശേഷം pg1 എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഇപ്പോൾ ടെർമിനൽ കിടക്കുന്നത്. ഇവിടെ നമ്മൾ py സ്പേസ് first.py എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗോയിനിപ്പുറത്തെ ടെർമിനലിനകത്ത് ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് താഴെ നമ്മുടെ pg1-നകത്ത്, അതായത് ഇപ്പോൾ ഉള്ള ഫോൾഡറിനകത്ത് കയറി കിടക്കുന്ന ഒരു ടെർമിനൽ കാണാം. അപ്പം ഇവിടെ നമ്മൾ py സ്പേസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് first.py എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഹലോ എന്ന് പറയുന്ന നമ്മളിപ്പം എഴുതിയേക്കുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള ഹലോ എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് നമുക്ക് പ്രിൻ്റായി വന്നത് കാണാം. അപ്പോൾ നമുക്കറിയാം കോഡിംഗ് എന്ന് പറയുന്നത് കോഡിംഗ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഹ്യൂമൻ ടാസ്കിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ജസ്റ്റ് ഒരു ഹലോ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് അത്രയും കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10,000 ലൈൻസ് ഓഫ് ഹലോ പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു 10,000 ടൈംസ് നമുക്ക് ഹലോ പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു ഹലോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഒരു 10 സെക്കൻഡ്സ് എടുക്കുമെന്ന് വിചാരിക്കാം. അപ്പം ആ 10 സെക്കൻഡ്സ് ഇൻറ്റു 10,000, അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ടൈം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇവിടെ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് നമുക്ക് ഒരു 4i ഇൻ റേഞ്ച് ജസ്റ്റ് ഒരു 10,000 ജസ്റ്റ് ഇങ്ങനെ നമ്മൾ അത് എഴുതാന്നുണ്ടെങ്കിൽ, എന്നിട്ട് Ctrl+S, ഇവിടെ എന്ത് മാറ്റം വരുത്തിയാലും Ctrl+S, ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള കമാൻഡാണ്. കൺട്രോൾ അമർത്തി പിടിച്ച് നമ്മൾ S എന്ന് പറയുന്ന ബട്ടൺ അമർത്താം. അപ്പം എന്നിട്ട് അതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 ടൈംസ് ഹലോ ഇവിടെ പ്രിൻ്റ് ആയി കഴിഞ്ഞു. അപ്പം എഫക്റ്റീവ്ലി നമുക്ക് അത്രയും ഒരു വലിയ ടൈമാണ് ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു കോഡിങ്ങിലൂടെ 2 ലൈൻ ഓഫ് കോഡിൽ നമുക്ക് തീർന്നത്. ഓക്കെ, അപ്പം കോഡിംഗ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ മനുഷ്യൻ്റെ ഈ ഒരു എന്താ പറയുന്നത് ടൈമിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്തു, നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്തു. ഇനി വരുന്ന സീരീസുകളിൽ ഓരോ പ്രോജക്റ്റുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.